പകലും രാത്രിയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് സങ്കൽപ്പിക്കുക. അയാൾ സത്യസന്ധനാണ്, ബുദ്ധിയുള്ളവനാണ്. ആരുടെയും അവകാശം അയാൾ തട്ടിയെടുക്കാറില്ല. എന്നിട്ടും പണം അയാളുടെ അടുത്ത് നിൽക്കുന്നില്ല. മറുഭാഗത്ത് കുറച്ചുമാത്രം അധ്വാനിക്കുന്ന മറ്റൊരു മനുഷ്യൻ. അയാൾ ഇടയ്ക്കിടെ തെറ്റായ തീരുമാനങ്ങളും എടുക്കുന്നു. എന്നിട്ടും സമ്പത്ത് അയാളുടെ പുറകെ ഓടുകയാണ്. ചോദ്യം ഇതാണ്: ആരാണ് നല്ലവൻ എന്നതല്ല ചോദ്യം. പണം സത്യത്തിൽ ആരെയാണ് കേൾക്കുന്നത്? ഇന്ന് പണത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് കൂടുതൽ പഠിക്കൂ, കൂടുതൽ കഠിനാധ്വാനം ചെയ്യൂ, സത്യസന്ധനായിരിക്കൂ. ആ വാക്കുകളിൽ നുണയില്ല, പക്ഷേ അത് മുഴുവൻ സത്യവുമല്ല. അധ്വാനം മാത്രമായിരുന്നു എല്ലാമെങ്കിൽ ഒരു തൊഴിലാളിയാകുമായിരുന്നു ഏറ്റവും വലിയ പണക്കാരൻ. പഠിപ്പാണ് സമ്പത്ത് നൽകുന്നതെങ്കിൽ ഡിഗ്രിയുള്ളവരാകുമായിരുന്നു രാജാക്കന്മാർ. അപ്പോൾ പിന്നെ എന്താണ് ചിലരിലേക്ക് മാത്രം സമ്പത്തിനെ വലിച്ചടുപ്പിക്കുന്നത്, മറ്റു ചിലരിൽ നിന്ന് അതെപ്പോഴും അകന്നു നിൽക്കുന്നത്? ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള വഴികളല്ല പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് ഈ വീഡിയോ നിങ്ങളെ ആ ചിന്താഗതിയിൽ നിന്ന് പുറത്തുകൊണ്ടുവരും. അതിലിരുന്നുകൊണ്ടാണ് ലോകത്തിലെ 90% ആളുകളും ജീവിതകാലം മുഴുവൻ പണം തേടി നടക്കുന്നത്. പണം അവരിൽ നിന്ന് എന്തുകൊണ്ട് ഓടിപ്പോകുന്നു എന്ന് അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടു തീർത്താൽ ഒന്നുകിൽ നിങ്ങൾക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എന്നേക്കുമായി തുറക്കപ്പെടും. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷേ മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേഗത്തിൽ ശരിയായ രീതിയിൽ സമ്പന്നനാകാൻ സാധിക്കട്ടെ. നിങ്ങൾ സത്യമായും സമ്പത്തും വിജയവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ ചുവടുവെപ്പ്. സമ്പത്ത് ഒരു നാണയമല്ല, സമ്പത്തൊരു നോട്ടല്ല, സമ്പത്ത് ഒരു ബാങ്ക് അക്കൗണ്ടല്ല. സമ്പത്ത് ഒരു പ്രതികരണമാണ്. തണുപ്പ് കണ്ടല്ല തീ വരുന്നത്, മറിച്ച് ഇന്ധനം കണ്ടാണ് തീ വരുന്നത്. അതുപോലെ പണം ഒരാളുടെ ആവശ്യം കണ്ടല്ല വരുന്നത്, അത് ഒരാളുടെ അവസ്ഥ കണ്ടാണ് വരുന്നത്. പാവപ്പെട്ടവൻ എപ്പോഴും പറയുന്നു, എനിക്ക് പണം വേണമെന്ന്. പണക്കാരൻ ഒരിക്കലും പറയുന്നില്ല, എനിക്ക് പണം വേണമെന്ന്. ഇവിടെ നിന്നാണ് വ്യത്യാസം തുടങ്ങുന്നത്. ഒരാൾക്ക് ഒന്നിനോട് അമിതമായ ആവശ്യം തോന്നുമ്പോൾ അയാൾ അതിന്റെ അടിമയായി മാറുന്നു. പണം ഒരിക്കലും തന്റെ അടിമയുടെ അടുത്ത് നിൽക്കില്ല. കുട്ടിക്കാലം മുതൽ നിങ്ങളെ പഠിപ്പിച്ചു പണത്തിന് പിന്നാലെ ഓടാൻ, ജോലി കണ്ടെത്താൻ, സുരക്ഷിതത്വം കണ്ടെത്താൻ. പക്ഷേ ആരും ഇത് പഠിപ്പിച്ചില്ല, പണത്തിന് പേടിയുടെ മണം അറിയാൻ കഴിയുമെന്ന്. ഏതു മനുഷ്യന്റെ തീരുമാനങ്ങളിലാണോ പേടിയുള്ളത്, പണം അവിടെ തങ്ങി നിൽക്കില്ല. ലോകത്ത് എത്ര വലിയ ധനവാന്മാർ ഉണ്ടായിട്ടുണ്ടോ, അവരിലെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ടായിരുന്നു: അവർ പണം വരുന്നതിന് മുൻപേ തങ്ങളുടെ ഉള്ളിലെ കുറവുകളിൽ നിന്ന് മുക്തരായിരുന്നു. പാവപ്പെട്ടവൻ പണം ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വം അനുഭവിക്കാനാണ്. പണക്കാരൻ സുരക്ഷിതത്വം അനുഭവിക്കുന്നു, അതുകൊണ്ട് പണം വരുന്നു. ഇത് പുറമേയുള്ള കളിയല്ല, ഇത് ഉള്ളിലെ അവസ്ഥയുടെ കളിയാണ്. ഏതു ദിവസം ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നുവോ പണമില്ലെങ്കിലും ഞാൻ അപൂർണനല്ല എന്ന്, ആ ദിവസം മുതൽ പണം അയാളുടെ ജീവിതത്തിലേക്ക് വഴി തേടി വരാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ അയാൾ പണം ചോദിക്കുകയല്ല, ഇപ്പോൾ അയാൾ ഒരു ആകർഷണമായി, അട്രാക്ഷൻ മാറിക്കഴിഞ്ഞു. സമ്പത്ത് വരുന്നത് എവിടെയാണോ സ്വയം മൂല്യം, സെൽഫ് വർത്ത് ഉള്ളത് അവിടെയാണ്. ഏത് മനുഷ്യനാണോ തന്നിൽ വിശ്വാസമില്ലാത്തത്, ലോകത്തിലെ ഒരു കറൻസിക്കും അയാളെ പണക്കാരനാക്കാൻ കഴിയില്ല. ഈ കാര്യം ഒരു സ്കൂളും പഠിപ്പിക്കില്ല. പണത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ നുണ പണം പുറത്തുനിന്ന് വരുന്നു എന്നതാണ്. ജോലിയിൽ നിന്ന് വരും, ബിസിനസ്സിൽ നിന്ന് വരും, മറ്റൊരാളിൽ നിന്ന് വരും. എന്നാൽ സത്യമിതാണ്: പണം ഒരിക്കലും പുറത്തുനിന്ന് വരുന്നില്ല. അതെപ്പോഴും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ തകർന്നുപോയ ഒരു മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും അയാളുടെ കയ്യിൽ നിന്ന് പണം മണൽത്തരി പോലെ വഴുതിപ്പോകും. എന്നാൽ ഉള്ളിൽ പൂർണ്ണതയുള്ള ഒരാളുടെ അടുത്ത് പണം കാരണങ്ങൾ കണ്ടെത്തി വരും. ഇപ്പോൾ ചോദ്യമുയരുന്നു: ഉള്ളിൽ പൂർണ്ണതയുള്ളവൻ എന്നതിന്റെ അർത്ഥമെന്താണ്? ഇതിനർത്ഥം നിങ്ങൾക്ക് ആത്മജ്ഞാനമുണ്ടെന്നോ നിങ്ങളൊരു സന്യാസിയാണെന്നോ അല്ല. ഇതിനർത്ഥം നിങ്ങളുടെ ബന്ധം നിങ്ങളോട് തന്നെ എങ്ങനെയാണ് എന്നതാണ്. തന്നെത്താൻ ചെറുതായി കാണുന്ന ഒരാൾക്ക് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവന് വലിയ വില ചോദിക്കാനും കഴിയില്ല. സ്വന്തം വില അറിയാത്തവന്റെ അടുത്ത് പണം എന്തിനു നിൽക്കണം? പാവപ്പെട്ട ചിന്താഗതിയുള്ളവൻ എപ്പോഴും വില കുറഞ്ഞ് വിൽക്കപ്പെടുന്നു. അവൻ തന്റെ കഠിനാധ്വാനം വില കുറച്ച് വിൽക്കുന്നു. അവൻ തന്റെ സമയം വില കുറച്ച് വിൽക്കുന്നു. അവൻ തന്റെ ചിന്തകൾ വില കുറച്ച് വിൽക്കുന്നു. എന്നിട്ട് പരാതിപ്പെടുന്നു, എന്റെ കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന്. സത്യം ഇതാണ്: അവൻ തന്നെ വില കുറച്ചു കളഞ്ഞു. സമ്പത്തിന്റെ ഒരു നിയമമുണ്ട്, അത് ഒരിക്കലും മാറില്ല. ലോകം നിങ്ങൾക്ക് അത്രയേ നൽകൂ. എത്രത്തോളം നിങ്ങൾ സ്വയം നൽകാൻ അർഹനാണെന്ന് കരുതുന്നുവോ അത്രമാത്രം. ഇപ്പോൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. രണ്ടുപേരുണ്ട്. രണ്ടുപേരും ഒരേ ജോലി ചെയ്യുന്നു. ഒരാൾ മാസത്തിൽ 15,000 സമ്പാദിക്കുന്നു, രണ്ടാമത്തെയാൾ 1.5 ലക്ഷം. ജോലി ഒന്നാണ്. വ്യത്യാസം എവിടെയാണ്? വ്യത്യാസം സ്വയം സ്വീകരിക്കുന്നതിലാണ്, സെൽഫ് അക്സെപ്റ്റൻസ്. ഒരാൾ ഉള്ളുകൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞു, ഞാൻ ഇത്രയേ അർഹിക്കുന്നുള്ളൂ എന്ന്. രണ്ടാമത്തെയാൾ ഉള്ളിൽ നിന്നറിയുന്നു, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നുണ്ടെന്ന്. പണം ബുദ്ധിയല്ല വായിക്കുന്നത്, പണം മാനസികാവസ്ഥയാണ് വായിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ എന്തുതന്നെയായാലും, നിങ്ങളുടെ അവസ്ഥ എന്തുതന്നെ കാണിച്ചാലും, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പണത്തിലേക്കെത്തും. ഇനി പേടിയുടെ കളി മനസ്സിലാക്കൂ. പേടിയെന്നത് പണത്തിന്റെ ഒഴുക്കിനെ തടയുന്ന ഒരു വിഷമാണ്. എന്തിനെക്കുറിച്ചുള്ള പേടി? തെറ്റിപ്പോകുമോ എന്ന പേടി,
ആളുകൾ എന്തു പറയും എന്ന പേടി, പരാജയപ്പെടുമോ എന്ന പേടി. പാവപ്പെട്ടവൻ ശരിയായ ജോലിയേക്കാൾ സുരക്ഷിതമായ ജോലി തിരഞ്ഞെടുക്കുന്നു. പണം ഒരിക്കലും സുരക്ഷിതത്വത്തിന് പിന്നാലെ പോകില്ല. പണം ആ ആളുകളുടെ അടുത്തേക്ക് പോകുന്നു, ആർക്കാണോ അപരിചിതമായ വഴികളിലൂടെ നടക്കാൻ ധൈര്യമുള്ളത്. അതിനർത്ഥം അന്ധനാകുക എന്നല്ല, അതിനർത്ഥം പേടിയുണ്ടെങ്കിലും മുന്നോട്ടു പോകാൻ പഠിക്കുക എന്നതാണ്. ലോകത്ത് വലിയ ധനവാന്മാരായവർ ഏറ്റവും വലിയ ധീരന്മാരായിരുന്നില്ല, അവർ വെറുതെ പേടിയുടെ അടിമകളായിരുന്നില്ല എന്ന് മാത്രം. ഇനിയൊരു ആഴത്തിലുള്ള കാര്യം കേൾക്കൂ. പാവപ്പെട്ടവൻ ചിന്തിക്കുന്നു, ആദ്യം പണം വരട്ടെ, എന്നിട്ട് ഞാൻ നന്നായി ജീവിക്കാമെന്ന്. പണക്കാരൻ ചിന്തിക്കുന്നു, ഞാൻ നന്നായി ജീവിക്കും, പണം തനിയെ വരുമെന്ന്. ഈ ചിന്തയുടെ വ്യത്യാസമാണ് സമ്പത്തിന്റെ വഴി മാറ്റുന്നത്. ഓരോ തവണ ചിലവാക്കുമ്പോഴും പേടിക്കുന്നവൻ സമ്പാദിക്കാനും പേടിക്കുന്നു. സമ്പാദിക്കാൻ പേടിക്കുന്നവന്റെ ജീവിതം എപ്പോഴും കുറവുകളിൽ തന്നെയായിരിക്കും. ഇല്ല എന്ന കുറവിന്റെ ഭാവം, സ്കാർസിറ്റി മൈൻഡ്സെറ്റ്, പണത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എവിടെയാണോ കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, അവിടെ സമ്പത്ത് വരില്ല. ഈ കുറവ് വരുന്നത് ബാങ്ക് ബാലൻസിൽ നിന്നല്ല, ഇത് ചിന്തയിൽ നിന്നാണ്. ഏതു ദിവസം മനുഷ്യൻ മനസ്സിലാക്കുന്നുവോ തന്റെ വിലനോട്ടുകൾ കൊണ്ടല്ല നിശ്ചയിക്കുന്നതെന്ന്, ആ ദിവസം മുതൽ നോട്ടുകൾ അവന്റെ പുറകെ നടക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ പണം ചീത്തയാണോ? അല്ല, പണം ചീത്തയല്ല. പണം സത്യം കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ്. ഏത് മനുഷ്യന്റെ ഉള്ളിലാണോ അത്യാഗ്രഹമുള്ളത്, പണം അയാളെ കൂടുതൽ അത്യാഗ്രഹിയാക്കും. ആരുടെ ഉള്ളിലാണോ പേടിയുള്ളത്, പണം അയാളെ കൂടുതൽ പേടിപ്പിക്കും. ആരുടെ ഉള്ളിലാണോ വ്യക്തതയുള്ളത്, പണം അയാൾക്ക് കരുത്തു നൽകും. അതുകൊണ്ട് പ്രശ്നം പണമല്ല, പ്രശ്നം പണത്തെ തെറ്റായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്ന മനുഷ്യനാണ്. പണം ഉടമയാകുമ്പോൾ മനുഷ്യൻ അടിമയാകുന്നു. മനുഷ്യൻ ഉടമയാകുമ്പോൾ പണം ഒരു ആയുധമാകുന്നു. ഇവിടെ നിന്നാണ് സമ്പത്തിന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഇനി നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയേക്കാവുന്ന ഒരു കാര്യം കേൾക്കൂ. ആളുകൾ പറയും, ഭാഗ്യം മോശമായതുകൊണ്ടാണ് പണമില്ലാത്തതെന്നു. പക്ഷെ സത്യമിതാണ്, ഭാഗ്യം ഒരു കാരണമല്ല, അതൊരു ഫലമാണ്. ഏതു മനുഷ്യന്റെ ചിന്തകളാണോ ദിവസവും ഒരുപോലെ ഇരിക്കുന്നത്, അയാളുടെ ജീവിതവും ഒരുപോലെയിരിക്കും. പിന്നീട് അയാൾ ആ അവസ്ഥയെ ഭാഗ്യം എന്ന് വിളിച്ച് സ്വയം ആശ്വസിപ്പിക്കുന്നു. ഭാഗ്യമാണ് എല്ലാം എങ്കിൽ ഒരേ വീട്ടിൽ ജനിച്ച 2 സഹോദരന്മാർ ഒരേപോലെ പണക്കാരോ പാവപ്പെട്ടവരോ ആകണമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല. എന്തുകൊണ്ട്? കാരണം പണം ജനനത്തെയല്ല നോക്കുന്നത്, പണം തീരുമാനങ്ങളെയാണ് നോക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതം ചെറിയ ചെറിയ തീരുമാനങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഓരോ തീരുമാനവും ഒന്നുകിൽ പേടിയിൽ നിന്നോ അല്ലെങ്കിൽ തിരിച്ചറിവിൽ നിന്നോ ആണ് വരുന്നത്. പേടിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം പെട്ടെന്നുള്ള ആശ്വാസം നൽകുന്നു. തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന തീരുമാനം പതുക്കെ സ്വാതന്ത്ര്യം നൽകുന്നു. പാവപ്പെട്ടവൻ ഇന്നത്തെ ആശ്വാസം തിരഞ്ഞെടുക്കുന്നു, പണക്കാരൻ നാളത്തെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഒരാൾക്ക് സമാധാനമില്ല, രണ്ടാമത്തെയാൾക്ക് സമയമില്ല. ഇനി അധ്വാനത്തിന്റെ സത്യം മനസ്സിലാക്കൂ. നിങ്ങളെ പഠിപ്പിച്ചു, എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം പണം കിട്ടുമെന്ന്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ പണം കിട്ടുന്ന ആളുകളാണ്. അപ്പോൾ അധ്വാനം തെറ്റാണോ? അല്ല, ദിശയറിയാതെയുള്ള അധ്വാനമാണ് തെറ്റ്. അധ്വാനം ശരിയായ സ്ഥലത്തല്ല ചെയ്യുന്നതെങ്കിൽ അത് ശരീരത്തെ തളർത്തുമെന്നല്ലാതെ ജീവിതത്തെ മാറ്റില്ല. പാവപ്പെട്ടവൻ ചോദിക്കുന്നു, ഞാൻ എന്തു ചെയ്യണമെന്ന്. പണക്കാരൻ ചോദിക്കുന്നു, ഈ ജോലി എന്തുകൊണ്ട് ചെയ്യണമെന്ന്. ഈ ചോദ്യമാണ് ദിശ നിശ്ചയിക്കുന്നത്. കാരണം മനസ്സിലാക്കാത്തവൻ വെറുതെ ഉത്തരവുകൾ അനുസരിക്കുക മാത്രം ചെയ്യുന്നു. ഉത്തരവുകൾ അനുസരിക്കുന്നവർ ഒരിക്കലും ഉടമകളാകില്ല. സമ്പത്ത് ആ ആളുകളിലേക്ക് പോകുന്നു, ആരാണോ പ്രശ്നങ്ങൾ കാണുന്നത്, എന്നിട്ട് അതിനുള്ള പരിഹാരമായി മാറുന്നത്. ലോകം നിങ്ങൾക്ക് അധ്വാനത്തിന് പണം നൽകുന്നില്ല. ലോകം നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യത്തിന് വാല്യൂ പണം നൽകുന്നു. നിങ്ങളുടെ 1 മണിക്കൂർ ജോലി 10 പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില ഒന്നായിരിക്കും. അതേ 1 മണിക്കൂർ 1000 പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില മറ്റൊന്നായിരിക്കും. പണം സമയം വാങ്ങുകയല്ല, പണം ഫലമാണ് വാങ്ങുന്നത്. ഇനി മറ്റൊരു കൈപ്പുള്ള സത്യം. പാവപ്പെട്ടവൻ പണത്തെ ഒളിപ്പിച്ചു വയ്ക്കുന്നു, പണക്കാരൻ പണത്തെ ജോലിക്ക് വിടുന്നു. എന്തുകൊണ്ട്? കാരണം പണം നഷ്ടപ്പെടുമെന്ന് ഒരാൾ ഭയപ്പെടുന്നു. പണം ഒരിടത്ത് നിൽക്കില്ലെന്നും അത് സഞ്ചരിക്കുമെന്നും രണ്ടാമത്തെയാൾക്ക് അറിയാം. കെട്ടിക്കിടക്കുന്ന പണം പതുക്കെ നശിച്ചുപോകും. സഞ്ചരിക്കുന്ന പണം വഴിയിൽ നിന്ന് കൂടുതൽ പണത്തെ കൂടെ കൂട്ടും. പേടിച്ച് മാറ്റിവെച്ച പണം ഒരിക്കലും വളരില്ല. തിരിച്ചറിവോടെ വിനിയോഗിച്ച പണം ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ഇനി ചിന്തകളുടെ വല മനസ്സിലാക്കൂ. പാവപ്പെട്ടവൻ എപ്പോഴും മറ്റൊരാൾക്കായി കാത്തിരിക്കുന്നു, സർക്കാരിനായോ കമ്പനിക്കായോ അവസരത്തിനായോ. പണക്കാരൻ ആർക്കായും കാത്തിരിക്കുന്നില്ല. അയാൾ സാഹചര്യങ്ങളെ നോക്കുന്നു, തനിക്കായി വഴിയുണ്ടാക്കുന്നു. ലോകത്ത് അവസരങ്ങൾ കുറവല്ല, കാഴ്ചയ്ക്കാണ് കുറവ്. ഏത് മനുഷ്യനാണോ എല്ലാത്തിലും കുറവുകൾ കാണുന്നത്, അയാൾക്ക് ഈ ലോകം സത്യമായും ദരിദ്രമായിരിക്കും. എന്തിലും സാധ്യതകൾ കാണുന്നവന് ലോകം അവസരങ്ങൾ കൊണ്ട് നിറയും. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. പണം അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരുടെ അടുത്ത് മാത്രമേ നിൽക്കൂ. കൈകാര്യം ചെയ്യുക എന്നതിനർത്ഥം പണം എണ്ണുക എന്നല്ല. കൈകാര്യം ചെയ്യുക എന്നതിനർത്ഥം മനസ്സിലാക്കുക എന്നതാണ്. പണം എന്തുകൊണ്ട് വരുന്നുവെന്നറിയാത്തവന് പണം എന്തുകൊണ്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. അതുകൊണ്ട് സമ്പത്ത് നേടുന്നതിനു മുൻപ് സമ്പത്തിനെ മനസ്സിലാക്കണം. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്.
ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പണക്കാരനാകാൻ സാധിക്കട്ടെ. ഏറ്റവും പ്രധാനമായി താഴെ കമന്റിൽ എഴുതുക, ഞാൻ സമ്പന്നനാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഇത് ഓർമ്മിപ്പിക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും കഴിയും. ഇനി ആ ഭ്രമത്തെക്കുറിച്ച് പറയാം. ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതകാലം മുഴുവൻ കാത്തിരിപ്പിൽ ഇരുത്തിയിരിക്കുന്ന ആ ഭ്രമം. ആളുകൾ പറയുന്നു ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ സത്യമിതാണ്, അവസരം ആർക്കും കിട്ടാറില്ല. അവസരം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവസരത്തിനായി കാത്തിരിക്കുന്നവൻ ഉള്ളുകൊണ്ട് തന്നെ ദുർബലനായി കരുതുന്നു. സ്വയം ദുർബലനായി കരുതുന്നവർക്ക് ലോകം ഒരിക്കലും കരുത്ത് നൽകില്ല. ലോകം നൽകുന്നത് അത് നേടിയെടുക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രമാണ്. ഇനി ഒറ്റരാത്രി കൊണ്ട് പണക്കാരനാകുന്ന കാര്യം. ഈ കഥ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ ഇത് ഏറ്റവും വിഷമുള്ള സ്വപ്നമാണ്. എന്തുകൊണ്ട്? കാരണം ഇത് മനുഷ്യനെ തയ്യാറെടുപ്പുകളിൽ നിന്ന് അകറ്റുകയും പ്രതീക്ഷയുടെ ലഹരിയിൽ നിർത്തുകയും ചെയ്യുന്നു. സത്യത്തിൽ പണക്കാരായവരുടെ ജീവിതത്തിലെല്ലാം മാറ്റിമറിച്ചൊരു രാത്രി ഉണ്ടായിരുന്നില്ല. ആരും കാണാതിരുന്ന ആയിരക്കണക്കിന് ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പാവപ്പെട്ടവൻ ഫലം കാണുന്നു, പണക്കാരൻ ആ പ്രോസസ് കാണുന്നു. പ്രക്രിയ എപ്പോഴും മടുപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. ഇനിയൊരു ആഴത്തിലുള്ള കാര്യം. ചിന്തകൾ മാറ്റിയാൽ പണം വരുമെന്നാണ് ആളുകൾ കരുതുന്നത്. പക്ഷെ സത്യമിതാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റുമ്പോൾ പണം വരുന്നു. നിങ്ങൾ നിങ്ങളെ ആരായിട്ടാണ് കാണുന്നത്? ഒരു തൊഴിലാളിയായിട്ടോ, ഒരു ജോലിക്കാരനായിട്ടോ, ഒരു ഗതികെട്ട മനുഷ്യനായിട്ടോ, അതോ ഒരു പരിഹാരം നൽകുന്ന ആളായിട്ടോ? ഏത് ദിവസം മനുഷ്യൻ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളായി കരുതുന്നുവോ അന്നുമുതൽ ലോകം അയാളെ തേടിവരും. സമ്പത്ത് ആൾക്കൂട്ടത്തിലേക്ക് പോകില്ല, അത് വേറിട്ട് നിൽക്കുന്നവരിലേക്ക് പോകും. എല്ലാവരെയും പോലെയാകാൻ ആഗ്രഹിക്കുന്നവന്റെ കയ്യിൽ പ്രത്യേകമായി ഒന്നുമുണ്ടാകില്ല. പ്രത്യേകമായി ഒന്നുമില്ലാത്തവന്റെ വിലയും പ്രത്യേകമായിരിക്കില്ല. ഇനി പേടിയുടെ മറ്റൊരു പാളി തുറക്കാം. തോൽവിയെക്കുറിച്ച് മാത്രമല്ല പേടി, വിജയത്തെക്കുറിച്ചും പേടിയുണ്ട്. അതെ, പലരും പണക്കാരാകാത്തത് അവർക്ക് പേടിയുള്ളതുകൊണ്ടാണ്. ഞാൻ മുന്നിലെത്തിയാൽ ആളുകൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക? പാവപ്പെട്ട ചിന്താഗതി ചെറിയ ഉത്തരവാദിത്തം ആഗ്രഹിക്കുന്നു. സമ്പന്നമായ ചിന്ത വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുടെ അടുത്തേക്ക് പണം പോകുന്നു. ഉത്തരവാദിത്തം കണ്ട് പേടിക്കുന്നവരുടെ അടുത്ത് പണം വന്നാലും അത് നിൽക്കില്ല. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, പണം ഒരിക്കലും ഒറ്റയ്ക്ക് വരുന്നില്ല. അത് തന്റെ കൂടെ ശീലങ്ങളും കൊണ്ടുവരുന്നു. നിങ്ങളുടെ ശീലങ്ങൾ അലങ്കോലമാണെങ്കിൽ പണവും അലങ്കോലമായി പോകും. നിങ്ങളുടെ ജീവിതം ചിതറിക്കിടക്കുകയാണെങ്കിൽ സമ്പത്തും അവിടെ നിൽക്കില്ല. അതുകൊണ്ടാണ് പണക്കാർ ചെറിയ കാര്യങ്ങളിൽ പോലും അച്ചടക്കം പാലിക്കുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവന് സമ്പത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. ഒരുപക്ഷെ ആരും പറഞ്ഞുതരാത്ത ഒരു സത്യമിതാ: പാവപ്പെട്ടവൻ പണത്തെ അന്തസ്സായി കരുതുന്നു, പണക്കാരൻ പണത്തെ ഒരു ഉത്തരവാദിത്തമായി കരുതുന്നു. അന്തസ്സ് നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ തകർന്നുപോകും. ഉത്തരവാദിത്തം നഷ്ടപ്പെട്ടാലും മനുഷ്യൻ പിന്നെയും എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ടാണ് പണം നഷ്ടപ്പെടുമ്പോൾ ചിലർ ഇല്ലാതാകുന്നതും ചിലർ വീണ്ടും അത് ഉണ്ടാക്കിയെടുക്കുന്നതും. ഇനി അവസാനത്തെ കാര്യം. സമ്പത്ത് എന്നത് ഏതെങ്കിലും ഒരു ശീലം കൊണ്ട് വരുന്നതല്ല, അതൊരു പൂർണ്ണ സ്വഭാവമാണ് ആവശ്യപ്പെടുന്നത്. ചിന്ത, തീരുമാനം, അച്ചടക്കം, സ്വയംബോധം എല്ലാം ഒരു ദിശയിൽ വരണം. ഏത് ദിവസം മനുഷ്യൻ ഉള്ളിൽ നിന്ന് ചിതറിക്കിടക്കുന്നത് നിർത്തുന്നുവോ ആ ദിവസം മുതൽ പുറത്തുള്ള കാര്യങ്ങൾ കൂടിച്ചേരാൻ തുടങ്ങും. ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കൂ: കൂടുതൽ സമ്പാദിക്കുന്നവൻ കൂടുതൽ സുരക്ഷിതനാണെന്ന് ആളുകൾ കരുതുന്നു. പക്ഷേ സത്യമിതാണ്, സ്വയം നിയന്ത്രണമുള്ളവൻ മാത്രമാണ് സുരക്ഷിതൻ. പണം നിങ്ങളെ നിയന്ത്രണം പഠിപ്പിക്കില്ല. പണം കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം നിയന്ത്രണം നേരത്തെ തന്നെയുണ്ടെന്നാണ്. സ്വന്തം ആഗ്രഹങ്ങളിൽ നിയന്ത്രണമില്ലാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ ലോകത്തിലെ ഏത് സമ്പത്തും അധികകാലം നിൽക്കില്ല. അതുകൊണ്ടാണ് പലരും പെട്ടെന്ന് പണം ലഭിക്കുമ്പോൾ കൂടുതൽ ദരിദ്രരാകുന്നത്. കാരണം അവരുടെ ചിന്തകൾ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെയായിരിക്കും. ഇനി അത്യാഗ്രഹത്തെക്കുറിച്ച്. അത്യാഗ്രഹവും ആഗ്രഹവും രണ്ടാണ്. ആഗ്രഹം മുന്നോട്ട് നയിക്കുന്നു, അത്യാഗ്രഹം അന്ധനാക്കുന്നു. പാവപ്പെട്ടവൻ അത്യാഗ്രഹത്തിൽ വീണ് എല്ലാ അവസരത്തിലും കൈയിടുന്നു. പണക്കാരൻ തെരഞ്ഞെടുത്തു മാത്രം മുന്നോട്ടു പോകുന്നു. തിളങ്ങുന്നതെല്ലാം പൊന്നല്ലെന്ന് അയാൾക്കറിയാം. അന്ധന്മാരുടെ കയ്യിൽ പണം അധികനേരം നിൽക്കില്ല. ഇനി ദാനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു കേൾക്കൂ. ദാനം എന്നാൽ പണം വിതരണം ചെയ്യുക എന്നല്ല. ദാനം എന്നാൽ കുറവുകളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ്. നൽകുമ്പോൾ പേടിക്കുന്നവൻ ഇപ്പോഴും കുറവുകളിലാണ് ജീവിക്കുന്നത്. തിരിച്ചറിവോടെ നൽകുന്നവൻ ഉള്ളാലെ വിശ്വസിച്ചു കഴിഞ്ഞു, എന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ടെന്ന്. പണം ഈ ചിന്തയെ ബഹുമാനിക്കുന്നു. ഇതൊരു മതപരമായ കാര്യമല്ല, ഇതൊരു മനഃശാസ്ത്രമാണ്. ഏതു മനുഷ്യനാണോ ഞാൻ എപ്പോഴും ലാഭിച്ചുവെക്കുന്നു എന്ന് സ്വയം അടയാളപ്പെടുത്തുന്നത്, പണം അയാൾക്ക് ലാഭിക്കാനുള്ള അവസരം മാത്രമേ നൽകൂ. ഞാൻ മൂല്യമുണ്ടാക്കുന്നു എന്ന് സ്വയം അടയാളപ്പെടുത്തുന്നവന് പണം കൂടുതൽ വലിയ മൂല്യമുണ്ടാക്കാനുള്ള കരുത്ത് നൽകുന്നു. ഇനി വളരെ ശാന്തമായ എന്നാൽ ആഴത്തിലുള്ള ഒരു സത്യം. സമ്പത്ത് ഒച്ചപ്പാട് ഇഷ്ടപ്പെടുന്നില്ല. താൻ എത്ര സമ്പാദിക്കുന്നു എന്ന് എല്ലായിടത്തും കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ അസ്ഥിരതയുണ്ടാകും. യഥാർത്ഥ സമ്പത്ത് നിശബ്ദത ഇഷ്ടപ്പെടുന്നു. അത് ജാടകളിൽ നിന്നല്ല, സ്ഥിരതയിൽ നിന്നാണ് വരുന്നത്. ഏത് മനുഷ്യന്റെ ജീവിതത്തിലാണോ എന്നും ഓരോ നാടകങ്ങളുള്ളത്, അയാളുടെ അടുത്ത് പണം നിൽക്കില്ല.
കാരണം പണം വ്യക്തത ആഗ്രഹിക്കുന്നു. ഇനി ഈ യാത്രയുടെ അവസാന ഘട്ടം. സമ്പത്ത് ഒരു ലക്ഷ്യമല്ല, അതൊരു ഫലമാണ്. ലക്ഷ്യം വ്യക്തമായ ചിന്തയാണ്. ലക്ഷ്യം സ്വതന്ത്രമായ തീരുമാനമാണ്. ലക്ഷ്യം സ്വന്തം മൂല്യത്തെ തിരിച്ചറിയലാണ്. ഏതു ദിവസം ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഉള്ളിൽ ഉറപ്പിക്കുന്നുവോ ആ ദിവസം മുതൽ പണം അയാളുടെ പുറകെ നടക്കാൻ തുടങ്ങുന്നു. ഏറ്റവും വലിയ സത്യമിതാണ്: ലോകത്ത് പണത്തിനു കുറവില്ല. കുറവുള്ളത് പണത്തെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് സമ്പത്തിന്റെ രഹസ്യം ഒരിക്കലും പുറത്തായിരുന്നില്ല, അത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലായിരുന്നു. നിങ്ങളിതെല്ലാം വെറുതെ കേൾക്കുകയല്ല, മനസ്സിലാക്കുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമല്ല. ഇനി നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. പഴയ ചിന്തകളിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയോ അതോ നിശബ്ദമായി നിങ്ങളുടെ പുതിയ വ്യക്തിത്വം കെട്ടിപ്പടുക്കുകയോ ചെയ്യുക. തീരുമാനം നിങ്ങളുടേതാണ്. ഇതാണ് സമ്പത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ പുതിയതും പ്രധാനപ്പെട്ടതുമായ എന്തെങ്കിലും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇത്തരം രഹസ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്നിലാവില്ല. ഏറ്റവും പ്രധാനമായി താഴെ കമന്റിൽ എഴുതുക, ഞാൻ സമ്പന്നനാണ്. അങ്ങനെ നിങ്ങൾക്കിത് സ്വയം ഓർമ്മിപ്പിക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും കഴിയും.